ഞങ്ങളുടെ നാടിന്റെ അഭിമാനം വേണമെന്ന് പറയാം. റൈറ്റ് നോ എന്റെ പ്ലാൻ സിമ്പിൾ ആയിരുന്നു. റോ POV റൈഡ്സ് മാത്രമായിരുന്നു. നോ ടോക്കിംഗ്, ജസ്റ്റ് ബൈക്ക് റൈഡ്സ്. എല്ലാവരും ബൈക്ക് മാനിയാക്സോ വണ്ടി ഭ്രാന്തന്മാരോ അല്ലല്ലോ. സം ആർ നോട്ട് മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് വെഹിക്കിൾ സ്റ്റഫ്സ്. പിന്നെ എന്ത് പറയുന്നു നമുക്ക് തന്നെ പിടികിട്ടത്തില്ല. സോ അവരോട് പറയാനുള്ളത്, ഐ ഡിഡ് മൈ പാർട്ട്, നൗ ഇറ്റ്സ് യുവർ ടേൺ. ആദ്യമായിട്ട് വരുന്നത് റോഡൊന്ന് മനസ്സിലാക്ക്. ഹലോ ഗൈസ്, വെൽക്കം ടു ലൈഫ് ഇൻ ഫ്ലോ സ്റ്റോറീസ്. ഇത് ആക്ച്വലി ഒരു ഫസ്റ്റ് വ്ലോഗ് തന്നെയാണ്, അതുപോലെ ഒരു പ്ലാൻഡ് വ്ലോഗും അല്ല. സോ ദർ വിൽ ബി മോസ്റ്റ്ലി സം ഫ്ലോസ് ഇൻ ദിസ്. ചില സ്റ്റാർട്ടിങ്ങിൻ്റെ പോരായ്മകളൊക്കെ കാണും, നിങ്ങൾ ബെയർ ചെയ്യണം. ഓൾസോ ദിസ് വിൽ ബി ആൻ ഇൻട്രൊഡക്ടറി വ്ലോഗ്. പക്ഷെ എനിക്ക് വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണമെന്നില്ല, അത് നിങ്ങൾക്ക് ഒരു ബോറാവും. അതുകൊണ്ട് ഒരു ചെറിയൊരു യാത്രയിലൂടെ, ഒരു ബിഗ് റൈഡല്ല, ചെറിയൊരു യാത്രയിലൂടെ സംസാരിച്ച് പോകാമെന്ന് വെച്ച് എടുക്കുന്ന വ്ളോഗാണ്. അധികം വലിച്ച് സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ബൈ ദ വേ, ഇതാണ് എൻ്റെ ബൈക്ക്, ജവ ബോബർ 42. ഏകദേശം ഒരു വർഷമായി ആശാൻ എൻ്റെ കൂടെ ഉണ്ട്. 356 കാറ്റഗറി ആണെങ്കിലും ഒരു പോക്കറ്റ് റോക്കറ്റ് ആണ്. എനിവേ, ബൈക്കിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് യാത്ര തുടങ്ങാം. സോ ലെറ്റ്സ് ഗോ. ഇന്നത്തെ ഇത് റൈഡ് പോലല്ല, ജസ്റ്റ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒന്ന് പോകാമെന്ന് വെച്ച്. ഒറ്റക്കൽ ലുക്കൗട്ട് പോയിന്റ് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, നമ്മൾ തെങ്കാശി പോകുന്ന റൂട്ടിലൂടെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഈ ചാനൽ ലൈഫ് ഇൻ ഫ്ലോ സ്റ്റോറീസ് നോട്ട് അബൌട്ട് ജസ്റ്റ് ബൈക്ക് റൈഡ്. ദർ വിൽ ബി കുറച്ച് ട്രാവൽ വൈബ്സ്, സം റാൻഡം ലൈഫ് സ്റ്റോറീസ്. ഫുഡ് ഹണ്ട് ഈസ് മോസ്റ്റ്ലി ബിക്കോസ് ഐ എം എ ഫുഡി. ചുരുക്കി പറഞ്ഞാൽ ഒരു സീരിയസ് ചാനലല്ല, മോർ ലൈക്ക് റിയൽ ലൈഫ് മൊമെന്റ്സ്, casual and fun. Yes guys, ഇതാണ് the famous പുനലൂർ തൂക്കുപാലം. ഞങ്ങളുടെ നാടിന്റെ അഭിമാനം വേണമെന്ന് പറയാം. ഇത് എഞ്ചിനീയറിംഗ് മാർവൽ തന്നെ എന്ന് പറയാം. 1877 ബിൽഡ് ചെയ്തതാണ് കേരളത്തിലെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ്. ഈ റോഡ് പുനലൂർ തെങ്കാശി റോഡായതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഹെവി ട്രെയിലേഴ്സ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്.
കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നല്ല ഗ്രീൻ സീനിക് വ്യൂ ഉള്ള റോഡാണിത്. ഈ പുനലൂർ തെങ്കാശി റോഡ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി പറഞ്ഞാൽ ഈ ഒരു ചാനലിൽ ഐ വാസ് നോട്ട് ഈവൻ പ്ലാനിങ് ടു സ്റ്റാർട്ട് ദിസ് വ്ളോഗ് വിത്ത് ദ വോയിസ് റൈറ്റ് നൗ. എൻ്റെ പ്ലാൻ സിമ്പിൾ ആയിരുന്നു, റോ POV റൈഡ്സ് മാത്രമായിരുന്നു. നോ ടോക്കിംഗ്, ജസ്റ്റ് ബൈക്ക് റൈഡ്സ് പ്ലസ് റോഡ് ആൻഡ് ഫീൽ ദെയർ. വേറെ ഒന്നും കൊണ്ടല്ല, ഒന്ന് സംസാരിക്കാൻ ഒരു മടി, പിന്നെ എന്ത് പറയുന്നു നമുക്ക് തന്നെ പിടികിട്ടത്തില്ല. അതുകൊണ്ട് മാത്രം POV റൈഡ്സിൽ അങ്ങ് ഒതുക്കാമെന്ന് വെച്ചു. പക്ഷേ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ പേർക്ക് സജഷൻ പറഞ്ഞത് വെറുതെ ഒരു ബൈക്ക് റൈഡ് മാത്രമാക്കണ്ട, അത് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിരിക്കും അത് കാണുമ്പോൾ. പിന്നെ കുറച്ച് പേര് പറഞ്ഞ് ഒരു മ്യൂസിക് ഇവിടെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. എല്ലാവരും ബൈക്ക് മാനിയാക്സോ വണ്ടി ഭ്രാന്തന്മാരോ അല്ലല്ലോ. സം ആർ നോട്ട് മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് വെഹിക്കിൾ സ്റ്റഫ്സ്. ആദ്യമേ ഇത് ഞാൻ ഓക്കെ പറഞ്ഞെങ്കിലും ഐ വാസ് ഇൻ കോൺഫിഡൻറ്റ്, തോട്ട് പിന്നീട് ആക്കണം. പക്ഷെ വീണ്ടും ഫ്രണ്ട്സും കുറേ പേര് പുഷ് ചെയ്തു, ട്രൈ ചെയ്യും, കാഷ്വൽ ആയാൽ മതി എന്നിങ്ങനെ. സോ ദാറ്റ്സ് വൈ ഐ ആം ടോക്കിംഗ് ഹിയർ ടുഡേ. അതുപോലെ കുറേ പേര് എന്നോട് പറയുകയും ചെയ്ത് എന്ന് വോയിസ് വരുമോ അന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന്. സോ അവരോട് പറയാനുള്ളത്, ഐ ഡിഡ് ദാറ്റ് പാർട്ട്, നൗ ഇറ്റ്സ് യുവർ ടേൺ, സബ്സ്ക്രൈബ് റൈറ്റ് നൗ. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളും ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വഴി പുനലൂർ തെങ്കാശി വഴി ബൈക്കേഴ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വഴിയായിരിക്കും. കാരണം കുറേ കോർണേഴ്സ് ഉള്ള റോഡാണ്. പക്ഷെ ആദ്യമായിട്ട് വരുന്നത് റോഡൊന്ന് മനസ്സിലാക്ക്. കാരണം കുറേ സ്ഥലങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് വളവായിരിക്കും, ഒന്ന് സൂക്ഷിച്ചു പോകേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബോർഡർ ആയതുകൊണ്ട് ഹെവി വാഹനങ്ങൾ പെട്ടെന്ന് വരുന്നതായിരിക്കും. നമ്മൾ ഒരു വളവ് തിരിയുമ്പോഴായിരിക്കും പെട്ടെന്ന് ലോറിയൊക്കെ വരുന്നത്. ഇവിടെ ഒരു നല്ല സ്ട്രെയിറ്റ് സ്ട്രെച്ച് റോഡുണ്ട്. മിക്ക പേരും ഇവിടെ ബൈക്കേഴ്സോ അല്ലെങ്കിൽ ആൾക്കാർ മാക്സിമം ഒന്ന് നോക്കുന്നുണ്ട് ഇവിടെ ഒന്ന് ചവിട്ടാൻ വേണ്ടി. ട്രാഫിക് ഇല്ലെങ്കിൽ യെസ്.
ഈ ഗ്രൗണ്ട് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ഗ്രൗണ്ടാണ് ഇത്. ആക്ച്വലി കുറേ റീൽസിൽ വന്നിട്ടുള്ള ഗ്രൗണ്ടാണ്. നല്ല ഫേമസ് ആണ്, നല്ലൊരു വൈബാണ് അവിടെ. നമ്മൾ സ്ഥലം എത്തിയിരിക്കുന്നു. ജാവ ബോബർ 42. ജാവയുടെ ബോബർ 42. ഇതാണ് ഞങ്ങളുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അനിതൊക്കെ ഇപ്പോൾ ലുക്കൗട്ട് പ്ലേസ്, കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ലുക്കൗട്ട് പ്ലേസ് ആണ്. ബേസിക്കലി ഇല്ല വെള്ളച്ചാട്ടം ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കാം. കുറച്ച് നേരം ഒന്ന് നിൽക്കാനും ഒക്കെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു നേരിട്ട് നില ഇപ്പോൾ ഫാമിലീസ് എല്ലാം ഇവിടെ ഉള്ളത് അവർക്ക്. സോ ഇത് ടോപ്പ് ഫ്ലോർ. ഇവിടുന്ന് ഒരു നല്ല വ്യൂ ഉണ്ട്. ആക്ച്വലി ഒരു ഫാന്റാസ്റ്റിക് വ്യൂ ആണ് ആക്ച്വലി. ഈ വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടും ഇങ്ങനെ വീശുന്നു. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വൈബ് ആക്ച്വലി. ഈ വഴിയിലൂടെയാണ് നമുക്ക് ഡാമിൻ്റെ മേളിലോട്ട് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. ഇവിടെ എത്തുവാനും അപ്പുറത്തെ സൈഡിലും നമുക്ക് ക്രോസ് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, സോ ഗൈസ്, ഈ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഐ നോ ദിസ് ഇസ് നോട്ട് എ ഫാൻസി type video and all, but just an introductory about what is this, and we'll surely meet you guys with more fun rides, fun and entertainment vlogs, and till that, let your life flow smoothly. God bless you all.
Hasta la vista.